എല്ലാവർക്കും നമസ്കാരം. മാസങ്ങളിൽ വെച്ച് ശ്രേഷ്ഠം വൈശാഖ മാസം, ദിവസങ്ങളിൽ വെച്ച് ശ്രേഷ്ഠം തൃതീയ തിഥി. വിഷ്ണു സമേതനായ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഏറ്റവും ശക്തമായി ലഭിക്കുന്ന ദിനമാണ് അക്ഷയ തൃതീയ. ഈ രണ്ട് ശക്തികളും ഒന്നിക്കുന്ന ഒരു ദിനമാണ് 2026 ഏപ്രിൽ 19 എന്ന അക്ഷയ തൃതീയ ദിനം. ജന്മങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായത് മനുഷ്യജന്മമാണ്. അത് ഏറ്റവും സന്തോഷത്തോടെ ജീവിച്ചു തീർക്കുകയാണ് വേണ്ടത്. എന്നാൽ സാമ്പത്തികവും ശാരീരികവുമായ ക്ലേശങ്ങൾ മൂലം മനുഷ്യൻ സദാ അസ്വസ്ഥനായിരിക്കും. ഈ ക്ലേശങ്ങളെല്ലാം ഈശ്വരൻ്റെ നിയന്ത്രണത്തിലാണ്. എന്നാൽ ഈ അക്ഷയ തൃതീയ പോലെയുള്ള ദിവസങ്ങളിൽ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ ക്ലേശങ്ങളുടെ കാഠിന്യം കുറയും. അതിനാൽ തന്നെ ഈ ഒരു അക്ഷയ തൃതീയ ദിനത്തിൻ്റെ എന്തൊക്കെയാണ് ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള, അവർക്ക് ഈ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കിട്ടുവാനായിട്ട് എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടതെന്നുള്ളതിനെപ്പറ്റി പറയുവാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. വൈശാഖ മാസത്തിലെ വെളുത്ത പക്ഷത്തിന് ശേഷം വരുന്ന മൂന്നാമത്തെ തിഥി ദിവസമാണ് അക്ഷയ തൃതീയയായിട്ട് ആഘോഷിക്കുന്നത്. ഈ ദിവസം ചെയ്യുന്ന ഏതൊരു കർമ്മത്തിൻ്റെയും ഫലം അക്ഷയമായതിനാലാണ് ഈ തിഥിക്ക് അക്ഷയ തൃതീയ എന്ന് പേര് വന്നത്. ഈ ദിവസം അനുഷ്ഠിക്കുന്ന ഹോമം, ജപം, തപസ്, തീർത്ഥസ്നാനം എന്നിവയ്ക്കെല്ലാം ഒരിക്കലും ക്ഷയിക്കാത്ത ഫലങ്ങളാണ് ലഭിക്കുക. മാത്രമല്ല ആ ദിവസം ശേഖരിക്കുന്ന വസ്തുക്കൾക്കും ഈ ഫലം ലഭിക്കുന്നു. അന്നം, വസ്ത്രം, സ്വർണം, വസ്തുവകൾ മുതലായവ അക്ഷയ തൃതീയ ദിവസം ശേഖരിച്ചാൽ ഈ വസ്തുക്കളുടെ കുറവ് അവർക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. ഈ ദിവസം ഉപാസിച്ച് വിഷ്ണു ഭഗവാൻ അന്നം നേദിച്ച് അഗ്നിയെ പ്രീതിപ്പെടുത്തിയ ശേഷം ദാനം നടത്തിയാൽ സർവ്വപാപങ്ങളും നശിക്കുമെന്നാണ് വിഷ്ണു ധർമ്മസൂത്രത്തിലും ഭവിഷ്യോത്തരത്തിലുമൊക്കെ പറയുന്നത്. ഋതുദോഷമുള്ളവർ ഈ ദിവസം കലശം, വിശറി, കുട്ടുകം, കുട, മലർപ്പൊടി, വെള്ളരിക്ക, തണ്ണിമത്തൻ, ശർക്കര എന്നീ വസ്തുക്കൾ സാധുക്കൾക്ക് ദാനം ചെയ്താൽ പിതൃദോഷം പോലും ശമിക്കുമത്രേ. ത്രേത്രായുഗം ആരംഭിച്ച ദിവസമാണ് അക്ഷയ തൃതീയയായിട്ട് ആഘോഷിക്കുന്നത്. പിതൃശ്രാദ്ധം നടത്തി പിതൃപ്രീതി നേടാൻ ഏറ്റവും പറ്റിയ ദിവസങ്ങളിലൊന്നാണ് അക്ഷയ തൃതീയ. ഈ ദിവസം ഗംഗയിൽ സ്നാനം ചെയ്താൽ ഏറ്റവും പുണ്യമാണെന്ന് പുരാണങ്ങളിൽ പറയുന്നു. നാരദീയ പുരാണത്തിലും മത്സ്യപുരാണത്തിലുമാണ് അധ്യായം 65 ഇതേപ്പറ്റി കൂടുതൽ പരാമർശിച്ചിട്ടുമുണ്ട്. 4 ശ്രേഷ്ഠധാമങ്ങളിൽ വെച്ച് പ്രധാനം ബദരീധാമ കവാടമാണ്. ബദരീധാമ കവാടം തുറക്കുന്നത് അക്ഷയ തൃതീയ ദിവസമാണ്. ഈ ദിവസം പരശുരാമൻ്റെ ജന്മദിനം കൂടിയായതിനാൽ ശ്രേഷ്ഠത വീണ്ടും വർദ്ധിക്കുന്നു. ദേവന്മാരെ സേവിക്കാൻ ഏറ്റവും നല്ല ദിനമാണ് അക്ഷയ തൃതീയ ദിനം. ശിവാരാധന, കൈലാസ ദർശനം, ഗംഗാസ്നാനം, വിഷ്ണുവിന് ഹോമം എന്നീ പുണ്യപ്രവൃത്തികൾ ഏതെങ്കിലും ഒന്ന് ഈ ദിവസം അനുഷ്ഠിക്കണം എന്നതാണ് നിയമം. ബ്രഹ്മാണ്ഡ പുരാണത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ശത്രുക്കളുടെ മനസ്സിലെ ശത്രുത നശിക്കണമെന്ന് സങ്കല്പിച്ച് ഈ ദിവസം എന്ത് പ്രവൃത്തി ചെയ്താലും അത് ഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സകല സൗഭാഗ്യങ്ങളും നൽകുന്ന ദിവസമാണ് അക്ഷയ തൃതീയ. കുടുംബസമൃദ്ധിക്ക് സ്ത്രീകൾ അന്ന് വ്രതാനുഷ്ഠാനങ്ങളോടെ മഹാലക്ഷ്മിയെ പൂജിക്കണം. പിതൃക്കളുടെയും പുണ്യാത്മാക്കളുടെയും അനുഗ്രഹം തേടുന്നതിനും ഈ വ്രതം സഹായിക്കുന്നു. വിവാഹ സംബന്ധമായ എല്ലാ ദോഷങ്ങളും ഈ വ്രതത്തിലൂടെ പരിഹരിക്കപ്പെടുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനാദികൾക്ക് ശേഷം ശുഭ്രവസ്ത്രം ധരിക്കുക. 5 തിരിയിട്ട നെയ്വിളക്കോ ലക്ഷ്മി വിളക്കോ മഹാലക്ഷ്മിയുടെ ചിത്രത്തിന് മുന്നിൽ തെളിച്ച് ലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കണം. ഒരിക്കലെടുത്ത് രാവിലത്തേതുപോലെ വൈകിട്ടും ദീപം തെളിച്ച് ജപം നടത്തുക. പുതുതായി സാധനം വാങ്ങുന്നതിന് ഏറ്റവും നല്ല ദിവസമായതിനാൽ വ്രതമുള്ള സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നത് കൂടുതൽ ഗുണകരമാണ്. വിവാഹം, ഗൃഹപ്രവേശം, വിദേശയാത്ര, പുതിയ വ്യാപാരം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മുഹൂർത്തം നോക്കാതെ പോലും ചെയ്യാൻ പറ്റുന്ന ദിവസമാണത്രേ ഈ ഒരു ദിനം. അക്ഷയ തൃതീയ ദിവസത്തിൻ്റെ മഹത്വം അറിഞ്ഞിട്ടും വ്രതമെടുക്കാത്തവർ ഭാഗ്യമില്ലാത്തവരാണെന്ന് ബൃഹത് രസസിദ്ധാന്തത്തിൽ പറയുന്നു. ഭാവിയെ ലക്ഷ്യമാക്കി ഏത് പ്രവൃത്തിയും ആരംഭിക്കുന്നതിന് ശുഭപ്രദമാണ് ഈ ദിവസം. അഷ്ടലക്ഷ്മിമാരെയും മഹാലക്ഷ്മിയെയും പൂജിക്കുന്ന ഗൃഹലക്ഷ്മിക്ക്, അതായത് വീട്ടമ്മയ്ക്ക്, ദേവീ സൗഭാഗ്യം നിർലോഭം കൊടുക്കുമത്രേ. അഷ്ടലക്ഷ്മി സ്തോത്രം, മഹാലക്ഷ്മി സ്തവം, കനകധാരാസ്തവം തുടങ്ങിയ ദേവീ സ്തോത്രങ്ങൾ അന്ന് എത്ര പ്രാവശ്യം ജപിക്കുന്നുവോ അത്രയും ഐശ്വര്യകരമാണ്. കൂടാതെ മഹാലക്ഷ്മി ബീജമന്ത്രമായ ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലായ പ്രസീദ പ്രസീദ ശ്രീം ഹ്രീം ശ്രീ മഹാലക്ഷ്മി നമ എന്ന മന്ത്രം 108, 1008, 1008 എന്നിങ്ങനെ ജപിക്കുന്നതും നല്ലതാണ്. കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ജപിക്കുന്നത് കുടുംബ ഭദ്രതയ്ക്കും, ഭാര്യാഭർത്താക്കന്മാർ ഒന്നിച്ചിരുന്ന് ജപിക്കുന്നത് ദാമ്പത്യ സൗഖ്യത്തിനും, കുട്ടികൾ ജപിക്കുന്നത് ഐശ്വര്യമാർന്ന ഭാവിക്കും വിദ്യാവിജയത്തിനും ഉത്തമമാണ്. ലക്ഷ്മി ബീജമന്ത്രം എല്ലാ ദിവസവും ജപിക്കുന്നയാളിന് കീർത്തി, ധനം, കാന്തി, രാജ്യലാഭം മുതലായ ഫലങ്ങൾ ലഭിക്കുമത്രേ. അദ്വൈതാചാര്യൻ ശ്രീ ശങ്കരാചാര്യർ കനകധാരാ സ്തോത്രം സ്തുതിച്ച് സ്വർണ്ണനെല്ലികകൾ വീഴ്ത്തിയ ദിവസമാണ് അക്ഷയ തൃതീയ. ശ്രീ ശങ്കരൻ ഉപനയനകാലത്ത് ഒരില്ലത്ത് ഭിക്ഷയ്ക്കായി ചെന്നു. ഭിക്ഷുവിന് നൽകാൻ ആ ഗൃഹത്തിലൊന്നുമില്ലായിരുന്നു. അത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നു ആ ഇല്ലത്ത്.
ഭിക്ഷയ്ക്കെത്തിയ കുട്ടിയെ വെറും കൈയോടെ മടക്കി അയക്കാൻ മനസ്സുവരാതെ അന്തർജനം അവിടെ ഇരുന്ന കുറച്ച് ഉണക്ക നെല്ലിക്കകളാണ് ഭിക്ഷയായി നൽകിയത്. അവരുടെ ദാരിദ്ര്യത്തിൽ അലിവ് തോന്നി ആ കുടുംബത്തിന് ഐശ്വര്യമുണ്ടാകാൻ വേണ്ടി ശങ്കരൻ ഒരു സ്തോത്രമുണ്ടാക്കി പ്രാർത്ഥിച്ചു. അതിൻ്റെ ശക്തിയിൽ സ്വർണ്ണ നെല്ലിക്കകൾ പെയ്തുവെന്നും ആ കുടുംബം സമ്പൽ സമൃദ്ധമായി എന്നുമാണ് ഐതിഹ്യം. ശ്രീ ശങ്കരൻ ലക്ഷ്മീദേവിയെ പ്രകീർത്തിച്ച് ചൊല്ലിയ സ്തോത്രമാണ് കനകധാരാസ്തവം. വൈശാഖത്തിലെ പുണ്യദിനമായ അക്ഷയതൃതീയ നാളിലാണ് ശ്രീശങ്കരൻ ലക്ഷ്മി ദേവിയെ സ്തുതിച്ച് കനകധാരാ സ്തോത്രം ചൊല്ലുന്നത്. ഇതേ ദിവസമാണ് സത്യയുഗമായ കൃതയുഗം ആരംഭിക്കുന്നതും. അപ്പോൾ ഹോമം, ജപം, ധ്യാനം തുടങ്ങിയവ അനുഷ്ഠിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസം ഇത് തന്നെ. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന പുണ്യപ്രവൃത്തികളുടെ ഫലം ക്ഷമിക്കാത്ത പാപങ്ങളിൽ നിന്ന് പോലുമുള്ള മോചനമാണെന്ന് പുരാണങ്ങൾ പറയുന്നു. അപ്പോൾ ഈ ഒരു ദിനം കനകധാരാസ്തവം ജപിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അഷ്ടലക്ഷ്മി സ്തോത്രവും മഹാലക്ഷ്മി അഷ്ടകവും അതുപോലെ തന്നെ ശങ്കരാചാര്യ വിരചിതമായ കനകധാര സ്തോത്രവുമെല്ലാം ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് അക്ഷയ തൃതീയയിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളും ഒഴിവാക്കേണ്ട ചില തെറ്റുകളെ പറ്റിയുമാണ്. അതായത് അക്ഷയമെന്നാൽ ഒരിക്കലും കുറയാത്തത് എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ഈ ദിവസം നിങ്ങൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ, ദാനം, പ്രാർത്ഥന ഇവ വളരുകയും ജീവിതത്തിൽ നല്ല ഫലം നൽകുകയും ചെയ്യും എന്ന് വിശ്വസിക്കണം. പ്രത്യേകിച്ചും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും നല്ല ദിവസങ്ങളിലൊന്നായതിനാൽ വീട്ടിൽ ശുചിത്വം പാലിക്കുകയും രാവിലെയും വൈകുന്നേരവും ദീപം വയ്ക്കുകയും ചെയ്യുക. ഇത് ദൈവിക ഊർജം വർദ്ധിപ്പിക്കും. ഓം മഹാലക്ഷ്മിയെ നമ എന്ന മന്ത്രം കുറച്ച് സമയം ജപിക്കുക. ശുദ്ധമായ മനസ്സോടെ ചെയ്താൽ ലക്ഷ്മി അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും. ഈ ദിവസം സ്വർണ്ണമൊക്കെ കുറച്ചെങ്കിലും വാങ്ങുവാൻ കഴിയുന്നവർ വാങ്ങുക തന്നെ വേണം. സമൃദ്ധിയുടെ പ്രതീകമായി അത് കണക്കാക്കപ്പെടുന്നു. ചെറുതായാലും മതി, അത് ഗുണമേ ഉണ്ടാക്കുകയുള്ളൂ. ചില പുതിയ സംരംഭങ്ങൾക്കൊക്കെ, അതായത് ഒരു നല്ല കാര്യം തുടങ്ങുക ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഒരു ദിവസം അത് തുടങ്ങുവാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ സേവിങ്സ്, ബിസിനസ് ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ ഈ ഒരു ദിവസം ആരംഭിച്ചാൽ അതിന് ദൈവാനുഗ്രഹം ഉണ്ടാകുമെന്ന് തന്നെ അറിയണം. പക്ഷേ ചില കാര്യങ്ങൾ ഈ ദിവസം പ്രത്യേകം ഒഴിവാക്കണം. അതായത് വഴക്ക്, കോപം എന്നിവ ഒഴിവാക്കണം. അതുപോലെ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കണം. ഭക്ഷണം കളയാതെ സൂക്ഷിക്കണം. ഇവയൊക്കെ ലക്ഷ്മി കടാക്ഷത്തിന് തടസ്സമാകുന്നുവെന്ന് വിശ്വസിക്കുകയും വേണം. ഈ അക്ഷയ തൃതീയയിൽ നമുക്ക് കഴിയുന്നത്ര പുണ്യകർമ്മങ്ങൾ ചെയ്യുക, ദൈവാനുഗ്രഹം നേടാൻ ശ്രമിക്കുകയും ചെയ്യാം. വിശക്കുന്നവർക്ക് അന്നം നൽകുക, അതുപോലെ ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകുക. ഇങ്ങനെയുള്ള ചെറിയ പ്രവൃത്തികൾ പോലും ഈ ഒരു ദിനം വളരെ പുണ്യപ്രവൃത്തിയായിട്ട് കണക്കാക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര കർമ്മങ്ങൾ ചെയ്ത് ദൈവാനുഗ്രഹം നേടാൻ ശ്രമിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും ശാന്തിയും നിറയട്ടെ. ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അക്ഷയ തൃതീയയിൽ നിങ്ങൾക്കുണ്ടായ നല്ല അനുഭവങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. ഏവർക്കും ദേവി കടാക്ഷം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.